ബിനിൽ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. ഇപ്പോൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതമാണെങ്കിൽ പോലും പറയാനും സംസാരിക്കാനും മലയാളികൾ ഓരോരുത്തർക്കും ഒരുപാടുണ്ടാകും. അതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും കാണാപാഠമാണ് ജീവിതം ഉൾപ്പെടെയും. അത് അറിഞ്ഞിരിക്കേണ്ട ഒന്നുകൂടിയാണ് എന്ന് എടുത്തു പറയുന്നു. ഉറപ്പായിട്ടും മലയാളികൾ ഓരോരുത്തരും സലീം കുമാർ എന്ന വ്യക്തി ഓർക്കുന്നത് ആ കഥാപാത്രങ്ങളൂടെ മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ കൂടിയായിരിക്കും. എങ്ങനെയാണ് മലയാള സിനിമാ ലോകം സലീം കുമാർ എന്ന വ്യക്തിയെ ഓർക്കുന്നത്? കാരണം മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നു. സിനിമയെ ആദ്യം ഹാസ്യതാരമായി എത്തുന്നു. പക്ഷെ ആ ഹാസ്യത്തിനപ്പുറത്ത് മലയാളിയെ ചിരിപ്പിക്കുന്നതിനൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്ത ഒരുപാട് പാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്ത ആ വ്യക്തിയാണ് സലീം കുമാർ. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അത് ഈ പല കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളുന്നതിനെയും അതിനെ അവതരിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഈ വടക്കൻ പടവുകളിലെത്തും വലിയ സാധാരണക്കാർക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പല കഥാപാത്രങ്ങൾക്കും കൂടുതൽ ആഴം നൽകിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെറുമൊരു മിമിക്രി രംഗത്ത് നിന്ന് വന്ന ചെറിയ ചെറിയ ഹാസ്യവേഷങ്ങൾ ചെയ്ത് പോവുകയല്ല അദ്ദേഹം ചെയ്തത്. അതിനപ്പുറത്തേക്ക് കടന്ന് മലയാളികൾക്ക്, മലയാള സിനിമയ്ക്ക് ഒരുപാട് വലിയ സംഭാവനകൾ നൽകിയ ഒരാളാണ്. ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു സമയമാണ്. 2010 അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടുന്നത്. നമ്മൾ ഈ അദ്ദേഹത്തിന്റെ പേര് കൂടി ഈ ദേശീയ പുരസ്കാരത്തിന് പരിഗണിക്കുന്നുണ്ട് എന്നറിഞ്ഞ അദ്ദേഹത്തിന്റെ പറവൂരിലെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു. കാരണം ഈ പ്രഖ്യാപനം ഔദ്യോഗികമായി കേട്ട ശേഷം അത് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം ആ സന്തോഷം തുടങ്ങുന്നത്. കാരണം അദ്ദേഹത്തിന് പല സംശയങ്ങളായിരുന്നു. ഇനി ഈ കാത്തിരുന്നത് കിട്ടാതെ പോയാൽ ഉണ്ടാകുന്നൊരു അനുഭവം, അതൊക്കെ അദ്ദേഹത്തെ ആ സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറപ്പിച്ച TV-യിൽ ആ വാർത്ത കേട്ട സലീം കുമാർ മികച്ച നടൻ എന്ന ആ ദേശീയ പുരസ്കാരത്തിന്റെ വാർത്തയ്ക്കാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് തന്നെ വീടിന് പുറത്തേക്ക് പോലും വരുന്നത്. അന്ന് സത്യത്തിൽ ആ വീട്ടിൽ ആ രാത്രി മുഴുവൻ ഒരു വൈകിട്ടാണ് കഴിഞ്ഞാണ് ആ സംഭവം. ഇന്ന് രാത്രി വൈകുവോളം ആ വീട്ടിൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊരാൾക്ക് ഒരു അവാർഡ്, ദേശീയ പുരസ്കാരം കിട്ടുന്ന പോലെ ആയിരുന്നില്ല അത് സലീം കുമാറിന് കിട്ടുമ്പോൾ. സലീം കുമാറിന് ആ ദേശീയ പുരസ്കാരം കിട്ടുമ്പോൾ ആ നാട് മുഴുവൻ ആ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ലാഫിംഗ് ജില്ലയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ആളുകൾക്കിടയിൽ ഇഴകി ചേർന്ന് ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നയാളാണ്. തീർച്ചയായിട്ടും ആ നിലപാടുകൾ പല അവസരങ്ങളിലും ചർച്ച ചെയ്തതാണ്. തന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഉറക്കെ പറഞ്ഞ് ഓരോ സാഹചര്യത്തിലും അതിനൊപ്പം തന്നെ പ്രതികരിച്ചു പോയ വ്യക്തിയാണ്. തുറന്നു പറയാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു സലീം കുമാർ. പലപ്പോഴും ആ രീതിയിൽ കൂടി ചർച്ചയായി പോയതാണ് അദ്ദേഹത്തിന്റെ ഓരോ തുറന്നു പറച്ചിലുകളും ഓരോ നിലപാടുകളും എല്ലാം തന്നെയും. ഇപ്പോൾ 8 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയുന്നത്. 9 മണിയോടുകൂടിയാണ് പൊതുദർശനം. രാത്രിയോടുകൂടി തന്നെ നിരവധി പേരാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിയത്.